പ്രൈസ് ദി ലോർഡ്. The Lord. ഹല്ലേലൂയ. Hallelujah. ശക്തി പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭാപ്രസംഗം പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന ദുർദിനം നിങ്ങൾക്ക് വരും മുമ്പേ സ്രഷ്ടാവിനെ നമ്മൾ അനുസ്മരിക്കണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞ ഹല്ലേലൂയ. എന്ന് പറഞ്ഞേ അതല്ല പറഞ്ഞ എന്നാ പറഞ്ഞേ? ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്നുള്ള ദുർദിനം. അത് പറയാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഇന്ന് രാവിലെ ഒരു ചെറിയ ന്യൂസ് ഞാൻ കേട്ടതായിരുന്നു. നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. നമ്മുടെ യുവജനങ്ങളെല്ലാം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ കാണിച്ചത്. പ്രത്യേകിച്ച് എറണാകുളം സിറ്റിക്കകത്ത് എയർപോർട്ട്, സീപോർട്ട് റോഡ്, മറൈൻ ഡ്രൈവ്, സുഭാഷ് പാർക്ക്, ഇതിപ്പോൾ ഓൾ വേൾഡിൽ പോയിക്കൊണ്ടിരിക്കണ്ടാവും. ഇത് പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കണ്ടാവും. ഈ ഏരിയയിൽ രാത്രി യാമങ്ങളിൽ നമ്മുടെ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന മക്കളടക്കം രാത്രി യാമങ്ങളിൽ നമ്മുടെ മക്കൾ പബ്ലിക്കായി നിന്നുകൊണ്ട് തന്നെ ഡാൻസ്, നൃത്തം, അത് പല എന്താ പറയുക, രാത്രി യാമങ്ങളിൽ ഒരു പത്രപ്രവർത്തകൻ പുലർച്ചെ 4:30-5 മണി വരെ ക്യാമറ പിടിച്ചു നിന്നപ്പോൾ പല സ്ഥലങ്ങളിലും 16, 17, 18, 19, 20, 21, 22 വയസ്സുള്ള പെമ്പിള്ളേരും ആമ്പിള്ളേരും ചേർന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ശരീരത്തേക്ക് ലഭിച്ച ഊർജം, എന്തൂർജ? ലഹരി എന്ന ഊർജം. ഈ ഊർജം പല വിധത്തിലുള്ള ലഹരികൾ. ഈ ലഹരി കഴിച്ചുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ തുള്ളിച്ചാടി മറിഞ്ഞ് അവർക്ക് രാത്രിയൊന്നോ പകലൊന്നോ ഓപ്പനായിക്കൊണ്ട്, അർദ്ധനഗ്നയായിക്കൊണ്ട് പല ഭാഗങ്ങളും ഇന്ന് ആ ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, പ്രമുഖ ചാനല്, ആ ചാനലിൽ കംപ്ലീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഇത് സ്ഥിരം കാഴ്ചയാണ്. പ്രത്യേകിച്ച് IT മേഖലയിൽ, അങ്ങനെ പല മേഖലകളിലും ഇത് സ്ഥിരം നമ്മൾ പല ഭാഗങ്ങളിലും മെട്രോപൊളിറ്റൻ സിറ്റിയായ പല ഭാഗങ്ങളിലും, അത് മദ്രാസിലാണേലും അല്ലെങ്കിൽ ബാംഗ്ലൂരാണേലും ഇത് നമ്മൾ കേട്ട് താഴ്പ്പിച്ചു. പക്ഷെ നമ്മുടെ കൊച്ചു നാട്ടിലും ഈ മലയാളം മണ്ണിലും നമ്മുടെ മക്കൾ തുള്ളിച്ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സഭാപ്രസംഗം പറയുന്നു, ഞങ്ങൾ കയറി വരുമ്പോൾ കിട്ടിയൊരു വചനമാണ്: ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്നുള്ള ദുർദിനം നിനക്ക് വരും മുമ്പേ നീ സ്രഷ്ടാവിനെ അനുസ്മരിക്കുക. ഇവിടെ ഇന്നേ ദിവസം ഇവിടേക്ക് കടന്നു വന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ പല നിയോഗങ്ങൾ നമ്മൾക്കുണ്ട്. പ്രത്യേകം ഇന്ന് ഉള്ളിക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ. 5 വർഷമായി MBBS പഠിക്കാൻ പോയ പയ്യൻ റൂമിനകത്ത് കുത്തിരുന്ന് അവസാനം അവൻ സ്വന്തം അപ്പൻ്റെ തല അറുത്ത് കൊന്ന പ്രിൻസിൻ ജോസ്. നല്ല നസ്രാണി. ഏത് സഭ എന്ന് ഞാൻ പറഞ്ഞൊന്നുമില്ല, നല്ല നസ്രാണി കുടുംബം. അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥനയില്ല, മനസ്സിലായ? സഭ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിരിക്കുന്ന സ്വന്തം മകൻ്റെ അഭ്യാസങ്ങൾ കാണാൻ പറ്റാതെ അവസാനം ഒന്ന് തുറന്ന് പറഞ്ഞ് ഏതെങ്കിലും അവരുടെ പാസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരെ ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഒന്നും പറയാതെ അവസാനം അവൻ ബ്ലാക്ക് മാസ് അങ്ങനെ പല വിധത്തിലും വെട്ടുകൊണ്ട് അവസാനം സ്വന്തം അപ്പൻ്റെ കഴുത്ത് അറുത്ത് കൊന്ന് ഇന്ന് സെൻട്രൽ ജയിലിലായിരിക്കുമ്പോഴും അമ്മ പറയുന്ന വാക്കുകൾ, ഈ മകൻ തിരിച്ചു വന്നാൽ ചിലപ്പം എന്നെയും കൊല്ലും. ഹല്ലേലൂയ. മകളെ, നമ്മളിവിടെ കടന്നു വരുമ്പോൾ ഓരോ മക്കളും ഈ ഗാഗുൽത്തായിൽ കടന്നു വരുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നന്നായി നമ്മൾ പ്രാർത്ഥിക്കണം. ശരിക്ക് നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുടുംബത്തിലെ ശാപബന്ധനങ്ങൾ എന്ന് പറഞ്ഞ് ഓടുമ്പോൾ നമ്മുടെ തലമുറകളെ നമ്മുടെ മക്കള് അവർക്കൊണ്ട് കൈവരിച്ച് അവർ പല സ്ഥലത്തും പഠിക്കാൻ പോകുന്നുണ്ട്, പല സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്, പല സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും നമുക്കറിയില്ല. പണ്ട് മദ്യപാനം എന്നൊരു പാപമായിരുന്നു. പക്ഷെ മദ്യപാനം അതിനപ്പുറം കടന്നു പോകുന്നതുകൊണ്ട് നമ്മുടെ ജനം നശിച്ചുകൊണ്ടിരിക്കുക. ഒരു പേടിയില്ല. നമ്മുടെ പോലീസുകാരും പത്രപ്രവർത്തകൻ പറയാ, പോലീസുകാർക്ക് പോലും അവിടെ ചെന്ന് പറയാൻ പേടിയാന്ന് പറഞ്ഞു. കാരണം ഇവർ ലഹരി ഉപയോഗിച്ചിരിക്കുക, എന്താ ചെയ്യണമെന്ന് അറിയില്ല എന്നവരെ. പബ്ലിക്കായിക്കൊണ്ട് നിങ്ങൾ രാത്രിയുടെ യാമങ്ങൾ കാക്കനാട് അല്ലെങ്കിൽ സീപോർട്ട് എയർപോർട്ട് റോഡ് അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് ആണ് പല ഭാഗങ്ങളും ചെന്ന് നോക്കി നോക്കുക. അവിടുത്തെ അഭ്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
എൻ്റെ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒന്നിനും സന്തോഷം തോന്നുന്നില്ലാത്തൊരു ദുർദിനം അവർക്ക് വരും. എന്ത് ചെയ്താലും ഒരു സന്തോഷമില്ലാത്ത ഒരു ദുർദിനം അവർക്ക് വരും. അതിനു മുമ്പേ അവർ സൃഷ്ടാവിനെ സ്മരിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കണം, നമ്മൾക്കും ഒരുങ്ങണം.